നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില കുതിച്ച് കയറിയിരിക്കുകയാണ്. തേങ്ങയുടെ വില സർവ്വകാല റെക്കോർഡുകൾ തകർത്ത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ വെളിച്ചെണ്ണ വില 400 രൂപയായി. ഇനി 500 രൂപ ആകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എല്ലാ വീട്ടുകാരും 1-2 തെങ്ങുകൾ വെക്കാൻ ശ്രമിക്കും. എങ്ങനെയാണ് നല്ല രീതിയിൽ തെങ്ങും തൈ നടുന്നത്, നടീൽ രീതികൾ, ഏത് ഇനം നടണം, എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ട് പറയുന്ന കാര്യം, മണ്ണറിയണം, കടഭാഗം മൂടരുത്, തണൽ നൽകണം, തെങ്ങും തൈകൾ നടുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഈ കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. വെള്ളക്കെട്ടില്ലാത്ത നല്ല നീർവാഴ്ചയുള്ള മണ്ണിൽ തെങ്ങും തൈകൾ നടാം. മഴക്കാലങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ മഴക്കാലം കഴിഞ്ഞു വേണം തൈ നടാൻ. അടിയിൽ ശക്തമായ പാറയോട് കൂടിയ ആഴമില്ലാത്ത മണ്ണോ വെള്ളക്കെട്ടുള്ള താണ പ്രദേശങ്ങളോ കണിമൺ പ്രദേശങ്ങളോ തെങ്ങും കൃഷിക്ക് അനുയോജ്യമല്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാതിരിക്കുക. അപ്പോൾ നടീൽ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മണ്ണിൻ്റെ തരം അനുസരിച്ച് തൈകൾ നടാനുള്ള കുഴിയുടെ വലിപ്പം നിശ്ചയിക്കണം. അടിയിൽ പാറയോട് കൂടിയ വെട്ടുക്കൽ മണ്ണാണെങ്കിൽ 120 സെൻറ്റിമീറ്റർ വീതം ഏതാണ്ട് 4 അടി നീളം, വീതി, താഴ്ച ഉള്ള കുഴികൾ എടുക്കണം. തൈ നടുന്നതിന് മുമ്പ് ചാണകപ്പൊടിയും ചാരവും അയഞ്ഞ മേൽമണ്ണും കലർത്തിയ മിശ്രിതം കുഴിയിലിട്ട് 60 സെൻറ്റിമീറ്റർ വരെ നിറയ്ക്കണം. 60 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പം 2 അടി. നിങ്ങൾ നടാൻ ഉദ്ദേശിക്കുന്ന മണ്ണ് മണൽ മണ്ണാണെങ്കിൽ കുഴികൾക്ക് 3/4 മീറ്റർ വീതം നീളവും വീതി, താഴ്ച മതിയാകും. ജലവിധാനം കുറഞ്ഞ പശുമരാശി മണ്ണാണെങ്കിൽ 1 മീറ്റർ വീതം നീളവും വീതിയും ആഴവുമുള്ള കുഴികളെടുത്ത് നേരത്തെ പറഞ്ഞതുപോലെ മിശ്രിതം നിറയ്ക്കണം. ഉയർന്ന ജലവിധാനമുള്ള സ്ഥലങ്ങളിൽ ഉപരിതലത്തിലോ മൺകൂനകളെടുത്തോ വേണം തൈകൾ നടാൻ. മണ്ണിടുന്നതിന് മുമ്പ് തെങ്ങിൻ കുഴിയുടെ ഏറ്റവും അടിഭാഗത്തായി 2 വരി ചകിരിത്തൊണ്ട് മലർത്തി അടുക്കി വെക്കുന്നത് ഈർപ്പം നിലനിർത്താൻ സഹായകമാകും. ചെങ്കൽ പ്രദേശങ്ങളിൽ 2 കിലോഗ്രാം കറിയുപ്പിടുന്നത് നല്ല ഫലം ചെയ്യും. ഇത് തൈ നടുന്നതിന് മാസങ്ങൾക്ക് മുന്നേ ഇട്ടുവെക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് തൈകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നല്ല തൈകൾ നോക്കി തന്നെ തിരഞ്ഞെടുക്കണം. അതായത് ഏതാണ്ട് 1 വർഷം പ്രായമുള്ള തെങ്ങിൻ തൈകളാണ് നടാൻ അനുയോജ്യം. തൈകൾ തിരഞ്ഞെടുക്കുമ്പോൾ അവ മികച്ചതാണെന്ന് ഉറപ്പുവരുത്തണം. 10-12 മാസം പ്രായമുള്ള തൈകൾക്ക് 6 മുതൽ 8 വരെ ഓലകൾ ഉണ്ടാവണം. തൈകളുടെ കോളർ ഭാഗത്തിന് 10 സെൻറ്റിമീറ്ററെങ്കിലും വ്യാസം വേണം. നേരത്തെ ഓലക്കാലുകൾ വിരിയുന്നത് മികച്ച തൈകളുടെ ലക്ഷണമായി കണക്കാക്കാം. ഇനങ്ങൾ: ഉയരം കൂടിയ ഇനങ്ങളും ഉയരം കുറഞ്ഞ ഇനങ്ങളും ഇവ രണ്ടും തമ്മിലുള്ള ബീജസങ്കലനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന സങ്കര ഇനങ്ങളുമുണ്ട്. വെസ്റ്റ് കോസ്റ്റ് ടാർ, ഈസ്റ്റ് കോസ്റ്റ് ടാർ, ഫിലിപ്പൈൻസ് ഓർഡിനറി അഥവാ ചന്ദ്രകൽപ്പ, ആൻഡമാൻ ഓർഡിനറി, കൊച്ചിൻ ചൈന ജാവ, കാപ്പാടം, കോമാടൻ, കേരസാഗര, കൽപ്പരക്ഷ, കൽപ്പധേനു, കൽപ്പപ്രതിഭ, കൽപ്പമിത്ര, ന്യൂഗിനി, സാൻഡാമൺ എന്നിവ ഉയരം കൂടിയ തെങ്ങുകളിൽ മികച്ചവയാണ്. ഇവയെല്ലാം താരതമ്യേന ആയുർദൈർഘ്യം കൂടിയവയും ഗുണനിലവാരമുള്ള തേങ്ങ നൽകുന്നവയുമാണ്. ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് ഗ്രീൻ, മലയൻ ഗ്രീൻ, മലയൻ യെല്ലോ, ഗംഗാ ബോട്ടം എന്നിവ ഉയരം കുറഞ്ഞ ഇനങ്ങളാണ്. സങ്കര ഇനങ്ങളിൽ പ്രധാനപ്പെട്ടവ കേരഗംഗ, കേരസങ്കര, ചന്ദ്രസങ്കര, കേരശ്രീ, കേരസൗഭാഗ്യ, ചന്ദ്രലക്ഷ എന്നിവയാണ്. കുറിയ ഇനങ്ങൾ ഇളനീർ ആവശ്യത്തിനും ഭംഗിക്കുമായാണ് കൃഷി ചെയ്യുന്നത്. ചാവക്കാട് ഓറഞ്ച് ഇളനീരിനും കൊപ്രയ്ക്കും അനുയോജ്യമാണ്. ഉയരം കുറഞ്ഞ ഇനങ്ങൾക്ക് പൊതുവെ ആയുസ് കുറവാണ്. അനന്തഗംഗ, കേരഗംഗ, കേരസങ്കര എന്നീ സങ്കര ഇനങ്ങൾ മഴയെ ആശ്രയിച്ചിട്ടുള്ള കൃഷിക്കും ജലസേചന കൃഷിക്കും അനുയോജ്യമാണ്. ചന്ദ്രസങ്കര, കൽപ്പരക്ഷ എന്നിവ കാറ്റുവീഴ്ച സാധ്യതയുള്ള പ്രദേശങ്ങൾക്ക് യോജിച്ചതാണ്. ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, ചന്ദ്രകൽപ്പ, കൽപ്പധേനു എന്നിവ വരൾച്ചാ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് യോജിച്ചതാണ്. ഇനി നമുക്ക് നടുന്ന രീതി നോക്കാം. തേങ്ങയുടെ മുകൾ ഭാഗം അല്പം മുകളിൽ കാണത്തക്ക വിധമാണ് തൈകൾ നടേണ്ടത്. തൈകൾക്ക് ചുറ്റുമുള്ള മണ്ണ് നന്നായി ചവിട്ടി ഉറപ്പിക്കണം. തൈയുടെ കടഭാഗം മൂടാനോ ഓലപ്പട്ടകൾക്കിടയിൽ മണ്ണ് കയറാനോ പാടില്ല. പറിച്ചു നട്ട തൈകൾ ശക്തിയായി വെയിലേൽക്കാതിരിക്കാൻ തണൽ നൽകണം. അപ്പോൾ ഈ തെങ്ങും തൈ നടുമ്പോഴും ഇനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് നല്ല ആദായം തെങ്ങിൽ നിന്ന് ലഭിക്കും. പലരും തെങ്ങ് കൃഷിയിൽ പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ കാരണം
ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണാൻ ഞാൻ വിശ്വസിക്കുന്നു. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.